കുടുംബജീവിതത്തിന്റെ സമാധാനം, കുടുംബജീവിതത്തിന്റെ സന്തോഷം, ഐശ്വര്യം. നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യണം, മക്കളെ അല്ലേ, രാവിലെ മോളെ കയ്യും പിടിച്ചിട്ട് ഇപ്പം ഇങ്ങനെ കുറച്ചു നേരം സിറ്റ് ഔട്ടിൽ കൂടെ ഇങ്ങനെ നടത്തി, മോന്റെ കയ്യും പിടിച്ചിട്ട് ഉപ്പ കുട്ടനെന്താക്കി പള്ളിയിൽ കൊണ്ടുപോയി. ഇതൊക്കെ ചെറിയ പ്രായത്തിൽ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നടന്നത് കുട്ടികളെ മനസ്സിൽ എന്നും ഓർമ്മ ഉണ്ടാകും. വാപ്പാക്ക് സുഖമില്ലാതെയായി, വാപ്പാന്റെ കൈ പിടിച്ചിട്ട് മകൻ നടക്കേണ്ടി വരുന്ന ഘട്ടം വരുമ്പോൾ അന്ന് മകന്റെ മനസ്സിൽ ഓർമ്മ വരും, അന്ന് ഞാൻ കുട്ടിയായിട്ട് നടക്കാൻ വയ്യാത്തപ്പോ വാപ്പാന്റെ കയ്യും പിടിച്ചാണ് ഞാൻ നടന്നത്, ഉമ്മാന്റെ കയ്യും പിടിച്ചാണ് നടന്നത്. ഇന്ന് അത് തിരിച്ച് ഞാൻ പിടിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരവസ്ഥ നമ്മുടെ കുടുംബ ജീവിതത്തിൽ എപ്പോഴും സമാധാനം വേണ്ടേ? അതുണ്ടാകണമെങ്കിൽ എന്തു വേണം? താമസിക്കുന്ന വീട്ടിൽ ഖുർആൻ ഓതണം. രാവിലെ സുബഹി നിസ്കരിച്ചിട്ടൊരൽപ്പം, മഗ്‌രിബ് നിസ്കരിച്ചിട്ടൊരൽപ്പം ഖുർആൻ ഓതുന്ന പതിവ് ഓരോരുത്തരുടെ കഴിവിനും ഓരോരുത്തരുടെ ടൈമിനനുസരിച്ച് ഓതിയാൽ മതി. കുറേ ഓതണമെന്നൊന്നും നിർബന്ധമല്ല. ഒരു പേജേ ഓതാൻ പറ്റുള്ളൂ, മാന്യമായിട്ട് ഓതാം. ദിവസവും നമ്മുടെ വീടൊരു ഖുർആൻ നീ ഓതണം ഓതണം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. ഇപ്പൊ ഏതെന്നാളൊരു കുട്ടി പള്ളിക്കൊക്കെ വന്നു കാണും, മുസാബ് എടുത്ത് കാണും, ഇങ്ങനെ മറിച്ച് തന്നെയാണ്. അപ്പൊ 3-4 കാരണന്മാരിങ്ങനെ നോക്കിക്കുണ്ട്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ മറിച്ചാ പിന്നെയും മറിച്ചാ പിന്നെയും മറിച്ചാ. അപ്പൊ ഒരു കാരനോട് ചോദിച്ചു, എന്താ കുട്ടിയെ നോക്കണോ ചോദിച്ചു. ഇപ്പത്തെ മുസാബിൽ ഖുൽ ഹുവല്ലാഹു ഒന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ അത്രയും കാലമായിക്കാണ് ഇത് തൊട്ട് നോക്കിയിട്ട്. നമ്മളെ വീട് റഹ്മത്തിന്റെ മലക്കുകൾ വരണം, ഹഫളത്തിന്റെ മലക്കുകൾ വരണം, കിറാമൻ കാത്തിബികളായ മലക്കുകൾ വരണം, മുഅക്കിലീങ്ങളായ മലക്കുകൾ വരണം, മലായിക്കത്തിന്റെ ബറ്റാലിയൻ വീട് ദിവസം ഒന്ന് കയറി ഇറങ്ങണം. അപ്പൊ തന്നെ മുസീബത്ത് ഒഴിവാകും. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇത് ചെറിയ വിഷയമല്ല. മാതാപിതാക്കളിൽ നിന്നുള്ള നല്ല ഖുർആൻ പാരായണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങൾ പാപ്പുണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഖത്തം തീർക്കും. ഈ വെള്ളിയാഴ്ച ഒരു ഖത്തം തീർത്താൽ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേന് രണ്ടാമത്തെ ഖത്തം. ഓരോ വെള്ളിയാഴ്ചയും ജുമാക്ക് വന്നിരുന്നാൽ ഖത്തം ദ്വാരക്കും. ജുമാ കഴിഞ്ഞ് ഖത്തം തുടങ്ങി പിറ്റേത്തെ വെള്ളിയാഴ്ചക്ക് രണ്ടാമത്തെ ഖത്തം. അത് ബഹുമാനപ്പെട്ട ഉപ്പാപ്പ 15-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കി. 15-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കി. ആ ഖുർആൻ ഖത്തം തീർക്കണ ഉപ്പാപ്പ വഫാത്താകണത് എപ്പോഴാണ്? സുബ്ഹാനല്ലാഹ്, ഖമരിയ വർഷപ്രകാരം വയസ്സ് 90ആയി. 15-ന്ന് 90-ലേക്ക് എത്ര കൊല്ലുണ്ട്? അപ്പൊ ഉപ്പാപ്പ മരിക്കുമ്പോ ഖബറിലേക്ക് എത്ര ഖുർആനുമായിട്ടാ പോയത്? എല്ലാ റമളാനിലും താജുൽ ഉലമാ ഉപ്പാപ്പാക്ക് ഒരു പതിവുണ്ട്. എന്താ പതിവ്? റമളാനിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കും. എല്ലാ റമളാനിലും 15 ഖത്തം. ഒരു കൊല്ലത്തെ റമളാനിൽ 2 ഖത്തം കുറഞ്ഞു, 13ആയി. 29 മാസം കാണുകയും ചെയ്തു. രാത്രി മുഴുവനും ഉപ്പാപ്പ കരഞ്ഞു, എന്റെ ഖുർആൻ ഖത്തം തീർന്നിട്ടില്ലല്ലോ, ഞാൻ 15 ഖത്തം റമളാനിൽ തീർക്കണതല്ലേ, അതിപ്പോ 13 ആയിട്ടുള്ളൂ. നേരം വെളുക്കോളം കരഞ്ഞു ഉപ്പാപ്പ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഖുർആനാണ് നമ്മുടെ. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഗർഭിണികളോടൊക്കെ പറയണം, സഹോദരിമാർ ശ്രദ്ധിക്കണം, ഗർഭകാലത്ത് നല്ലോണം ഖുർആൻ ഓതണം. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടി ശരീരത്തിന്റെ പാർട്സുകളൊക്കെ അല്ലാഹു തആല ഇങ്ങനെ രൂപപ്പെടുത്തി വരുമ്പോ ഏറ്റവും ആദ്യം പ്രവർത്തനം തുടങ്ങുക ഏതാണെന്നറിയോ? കേൾവിയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ തന്നെ ഏത് തുടങ്ങും? കേൾവി തുടങ്ങും. ഭൂമിക്ക് വന്നാൽ ആദ്യം ഏത് തുടങ്ങും? കേൾവി തുടങ്ങും. മനസ്സിലായോ? അതാണ് മരിക്കുമ്പോ അവസാനം മരിക്കുന്നത് കേൾവിയാണ്. എത്ര ഓർമ്മയില്ലാതെ കടന്നാലും ഏതുണ്ട്? കേൾവിയുണ്ട്. മറുപടി പറയാൻ പറ്റണില്ല എന്നേ ഉള്ളൂ. അതാ ഓർമ്മയില്ലാതെ കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ വിളിച്ചാന്താക്കും, കാരണം ഇങ്ങനെ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ഖുർആൻ തഫ്സീറുകളൊക്കെ അത് പറയുന്നു. പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് പറഞ്ഞ ഖുർആനൊക്കെ ആദ്യം പറഞ്ഞത് കേൾവിയാണ്. ഇന്ന സമഅ വൽ ബസറ, ആദ്യം തുടങ്ങുന്നത് കേൾവിയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് ഗർഭിണിയായ ഉമ്മ ആയത്തുൽ കുർസി ഓതട്ടെ, ഗർഭിണിയായ ഉമ്മ ദിവസം ഖുർആൻ ഓതട്ടെ. ആ ഖുർആൻ ഇങ്ങനെ കേട്ടിട്ട് കുട്ടി കേട്ടുകൊണ്ടിരിക്കും. ഭൂമിയിൽ വന്നിട്ട് ഓതാൻ തുടങ്ങുമ്പോൾ അല്ലാഹ്, കുട്ടിയത് കിടകൾ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കണമെന്നല്ലേ, കേൾവി ആദ്യം തുടങ്ങും. മരിക്കാൻ കിടക്കുന്ന ആളെത്തും ഏതു വേണം? ഖുർആൻ ഓതണം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട
ഗർഭാശയത്തിലും ഭൂമിയിലും ഖബറിലും എല്ലാം ഉള്ള വെളിച്ചം നമുക്ക് ഖുർആനാണ്. അതുകൊണ്ട് മുതിർന്ന തലമുറയിലെ ഉമ്മമാർ ഉപ്പമാരെ ഖുർആൻ കൊണ്ടുള്ള നമ്മുടെ ജീവിതം എത്ര സമ്പൂർണമാണോ അതനുസരിച്ച് നമ്മുടെ വീട് നന്നാകും, മക്കൾ നന്നാകും. നമ്മൾ ഖുർആനിൽ നിന്ന് അകലുകയാണ്. അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓത്ത് കേട്ടിട്ട് എത്ര ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു? ഇപ്പോഴും എത്രയാണ് ഖുർആൻ പഠിച്ചിട്ട്? അമേരിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നവര് നമ്മളെ ഇവിടുത്തെ മാതിരിയല്ല, പെണ്ണെട്ടാൻ വേണ്ടി വരില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്ക് വരില്ല. അവരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു വരികയാണ്. എത്ര ആളുകൾ! അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, നമ്മുടെ കൊച്ചു മക്കൾ, നമ്മുടെ കേരളത്തിൽ നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലും സമസ്ത 100-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ജിഫിരി തങ്ങളുടെ നേതൃത്വത്തിലും ആഘോഷിക്കുകയാണ്. അള്ളാഹു ഖൈറ് തരട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പൊ രണ്ടുപേര് കുഴപ്പമാണ്? എന്ത് കുഴപ്പം? രണ്ടും ഖൈറായി എന്നല്ലാതെ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്തായി? മുമ്പ് 10,000 മദ്രസ ഉള്ളതിന് ഇപ്പൊ എത്രയായി? 22,000 ആയി. മുമ്പ് 10 കോളേജുള്ളതിന് ഇപ്പൊ 20 കോളേജായി. അള്ളാഹു തആല ഓരോ കാലത്ത് നിശ്ചയിച്ചിരിക്കുന്ന റഹ്മത്ത് ഉണ്ടാവും. പിന്നെ അതിൽ അടിയും പിടിയൊക്കെ ഉണ്ടാക്കിയത് നമ്മളെ വക ഉണ്ടാക്കിയതാണ് അല്ലേ? 2 ടീം ഉണ്ടാകണ്ടേ? ചങ്ങായാളെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചാണെങ്കിൽ 2 ടീം വേണോ വേണ്ടേ? EK ഒരു ടീം, AP മറ്റേ ടീം. ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ കണ്ടാൽ മതി. അടിയും പിടിയൊന്നും ഉണ്ടാക്കണ്ട. 2 ടീമില്ല ഞാൻ പിന്നെ ഇത് ചോദിച്ചു തോൽക്കോ? ഏറ്റവും രസം കിട്ടുന്നത് 2 ടീമുള്ളത് കൊണ്ടല്ലേ. അപ്പൊ 2 ടീമിനെയും കൂടിയാണ് ഒന്നാക്കി. ഇനിയിപ്പോ എന്താ പറയുക, 14 ബന്ധുവാക്കി. നല്ല മനസ്സിലാക്കി. നമ്മൾ അവിടെ ഒന്നും അല്ലേ നമ്മൾ EK ഉസ്താദ് വലിയ മഹാൻ, അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. AP ഉസ്താദ് വലിയ മഹാൻ, അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. നമ്മൾ ഓരോന്നും കുറ്റവും ആക്കും പിന്നെ കുറവും നോക്കിങ്ങാണ്ട് നടക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? ഓരോന്നും കുറ്റവും കുറവല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളിപ്പോൾ നമ്മളെ മക്കള്, നമ്മളെ ദീന്, അല്ലാഹു റബ്ബി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുന്ന ഔലിയാക്കളെ പാത, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുന്ന അമ്പിയാക്കളുടെ പാത, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുന്ന നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചെന്ന പാത, അതിന് നമ്മൾ ഉറച്ചു നിൽക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഹബീബുന മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ ഒരു കല്യാണ പന്തലില് വലിയ കല്യാണമാണ്. നിക്കാഹിന് നോക്കുമ്പോൾ പുതിയാപ്പളിന് വന്നിരിക്കണില്ല. പുതിയാപ്പളിന് വന്നിരിക്കണില്ല. അപ്പൊ നോക്കുമ്പോൾ ഓർക്കൊരു കുസുകുസു അവിടെ. അപ്പൊ എന്താ? പുതിയാപ്പളെ കുട്ടിക്ക് പുതിയ നിക്കാഹ് വേണം. പുതിയ നിക്കാഹ്. അപ്പൊ അവിടുത്തെ ഖത്തീബ് സംസാരിക്കാൻ പോയി. അപ്പം ഓന് ഖത്തീബിന്റെ നിക്കാഹ്, ഖത്തീബ് എന്ന് പറഞ്ഞാൽ ആരാ? ഉമ്മന്റെ ഉമ്മാനെ ബാപ്പാനെ കൊണ്ട് നിക്കാഹ് ചെയ്ത് കൊടുത്ത ആളാണ്. അപ്പൊ ആ നിക്കാഹ് പറ്റുമോ വെച്ചപ്പോ അതും അവന് വേണ്ട. അപ്പൊ പിന്നെ അവിടുത്തെ മേക്കാതിന്റെ വയസ്സായ മൂപ്പര് വിളിച്ചു. വല്യമ്മാനെ വല്യപ്പാക്കെ നിക്കാഹ് ചെയ്ത് കൊടുത്ത ആളാണ് അവിടുത്തെ മേക്കാതി. അയാൾ ആ നിക്കാഹ് എനിക്ക് വേണ്ട, ഓനക്ക് ഇനി ഏത് വേണം? പുതിയ നിക്കാഹ് വേണം. അപ്പൊ കല്യാണപ്പന്തലിൽ നിന്ന് മറ്റൊരു പറഞ്ഞു, പിന്നെ വല്യമ്മാനെ വല്യപ്പാക്കെ നിക്കാഹ് ചെയ്ത് കൊടുത്തതും ശരിയായിട്ടില്ല, ഉമ്മാനെ ബാപ്പ നിക്കാഹ് ചെയ്ത് കൊടുത്തതും ശരിയായിട്ടില്ലെങ്കിൽ ഇന്റെ വളപ്പെന്ന് പുറത്തു പോയിക്കോ, ആ നിക്കാഹ് ഇവിടെ നടക്കുള്ളൂ പറഞ്ഞു കൊണ്ടെന്റെ വാപ്പ. അങ്ങനത്തെ വാപ്പാരുമാണ്. അപ്പോഴേ നടക്കുള്ളൂ. പുതിയ ഓരോരോ വാദഗതികൾ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബിദ്അത്തിന്റെ വാദങ്ങൾ ഒരു ഭാഗത്ത്, അല്ലാഹ് എന്ന് പറയുന്നത് മറ്റൊരു ഭാഗത്ത്, ധാരാളം മയക്കുമരുന്ന് കേസുകൾ മറ്റൊരു ഭാഗത്ത്. ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു സമയത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ നമ്മുടേതാണ്. മക്കളെ അല്ലാഹു തആല നൽകിയത് നല്ല പരിശുദ്ധമായ രൂപത്തിലാണ് മക്കളെ നൽകിയത്. മക്കളെ കൊണ്ട് അല്ലാഹു തആല നമുക്ക് ഖൈറും ബറക്കത്തും ഏറ്റി തരട്ടെ. മക്കൾ നമ്മുടെ നിധിയാണ്. മക്കൾ നമ്മുടെ നിധിയാണ്. ഒരു കാര്യം എൻ്റെ മാതാപിതാക്കൾ ഓർക്കണം, നാളെ ആഖിറത്തിൽ വരുമ്പോ അവിടെയുണ്ട് ചില തമാശകളൊക്കെ. ആഖിറത്തിലും എന്തുണ്ട്? ചില തമാശയും കളിയൊക്കെ അവിടെയും നടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ വിചാരിച്ച വെറും ഗൗരവം മാത്രമാണ്. അതിപ്പോ ഗൗരവമുള്ളവർക്ക് ഉണ്ടാകും. ഞമ്മക്ക് അവിടെയും ചിരിച്ചു കളിച്ചു പോകാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. എന്താ സംഗതി? മഹ്ശറ മുറ്റത്ത് ചെന്ന് നോക്കുമ്പോ ഒരു ഉമ്മാക്കും ബാപ്പാക്കും അള്ളാഹു തആല പ്രതിഫലം കൊടുത്തത് കണ്ടപ്പോ ഒരു വലിയ കൂമ്പാരം ഒന്നായിട്ട്
അപ്പം ആ ഉമ്മ ചോദിക്കാണ്, ബാപ്പ ചോദിക്കാണ്, പടച്ചോനെ ഇത് എനിക്ക് തന്നെയാണോ? കാരണം ഇത്രയൊന്നും കിട്ടാൻ മാത്രം ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 10,000 റുപ്യയ്ക്ക് നമ്മളൊരാളെ ശമ്പളത്തിന് നിശ്ചയിച്ച് മുതലാളി ശമ്പളം കൊടുക്കുന്ന സമയത്ത് 1 ലക്ഷത്തിൻ്റെ കെട്ടാ കൊടുത്തത്, ഓന് ബേജാറുണ്ടാവില്ല? ഇങ്ങക്ക് തോന്നും അത് വാങ്ങി വേഗം പോകാൻ, അത് ആർക്ക് കിട്ടിയാലും ബേജാറുണ്ടാവും അല്ലേ? പടച്ചോനെ ഇത് പേച്ചോ എന്തായി റബ്ബേ, ആകെ 10,000 പറഞ്ഞിട്ടുള്ളൂ, കിട്ടി നോക്കുമ്പോൾ എത്ര ഉണ്ട്? 45,000 റുപ്യ തരാനുള്ള ഒരാൾ പൈസ കൊടുത്തയച്ചു, 45,000 റുപ്യ കൊടുക്കണ്ട്. 45,000 റുപ്യ കൊടുക്കാൻ അടുത്ത് കൊടുത്തയച്ചത് എത്ര? 4,50,000. അപ്പം അയാൾ 50,000-ൻ്റെ കെട്ടൊക്കെ ഏതായിട്ടാണ് എണ്ണിയത്? 5,000-ൻ്റെ കെട്ടായിട്ടാണ് എണ്ണിയത്. പടച്ചോനെ കിട്ടണൊക്കെ ബേജാറുണ്ടാവുമല്ലേ? അപ്പൊ ചെയ്തിന്റെ കൂലിയല്ലേ പ്രതീക്ഷിക്കാം. കാശറാമുറ്റത്ത് ഒരു മാതാപിതാക്കൾക്ക് പ്രതിഫലാണ് കൊടുത്തപ്പോൾ പോലെ അള്ളഹാനോട് ചോദിക്കാണ്, പടച്ചോനെ ഇതൊക്കെ ഞങ്ങൾക്കാണോ? അതെ. അപ്പൊ ആ മാതാപിതാക്കൾ ചോദിക്കണ്ട്, പടച്ചോനെ ഇത്ര തോനെ കിട്ടാൻ മാത്രം, ഇത്ര അധികം പ്രതിഫലം കിട്ടാൻ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അള്ളാഹു തആല പറയുന്നൊരു മറുപടി ഉണ്ട്, നിങ്ങളെ മരണശേഷം നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. നിങ്ങളെ മരണശേഷം നിങ്ങളെ മക്കൾ, നിങ്ങളെ ആൺമക്കളും പെൺമക്കളും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. ആ ദുആ എത്ര കാലമായി തുടരുന്നു, അതിന്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിച്ചതെന്ന് അല്ലാഹു തആല പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്താനുള്ള സമ്പാദ്യമാണ് മക്കൾ. മക്കളെ ശപിക്കല്ലേ, മക്കളെ കുറ്റപ്പെടുത്തല്ലേ, മക്കളെ ആക്ഷേപിക്കല്ലേ. മക്കളെ കാര്യത്തിൽ ദുആ ചെയ്യുക, മക്കളോട് നല്ല രൂപത്തിൽ പെരുമാറുക. മോനെ മോളെ എന്ന് വിളിച്ചിട്ട് കുട്ടികളോട് നല്ല രൂപത്തിൽ കാര്യങ്ങൾ ഉണർത്തുക. അതാണ് വേണ്ടത്. യാ റബ്ബ്, നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് ഗുണം കിട്ടണ്ടേ? ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. അല്ലാഹു തആല നമ്മൾ ഇഷ്ടപ്പെട്ട ആൺമക്കളെയും പെൺമക്കളെയും ഒക്കെ തന്ന് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഇനി ഒരാൾക്ക് പെൺകുട്ടികളില്ല, ആൺകുട്ടികളെ കൊണ്ട് നല്ല പെണ്ണിനാണ് കെട്ടിച്ചാൽ പോരെ അല്ലേ? പെൺകുട്ടികളെ കൊണ്ട് നല്ല ഭർത്താക്കന്മാരെ എടുത്താൽ പോരെ അല്ലേ? അല്ലാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ. നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം മക്കളെ. ആ മക്കൾ നമുക്ക് ദുനിയാവിലേക്കും ആഖിറത്തിലേക്കുള്ള നിധിയാണ്. എൻ്റെ അമ്മയും ബാപ്പയും മരിച്ചിട്ട് കൊല്ലങ്ങളായി. എത്ര കഷ്ടപ്പെട്ടാണ് പോലും പഠിപ്പിച്ചത്. അല്ലാഹുവേ ഖബർ സ്വർഗ്ഗമായി കൊടുക്കണേ അല്ലാഹ്. ഇപ്പം നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞില്ലേ അല്ലേ? നമ്മളിപ്പോൾ ഇത്രയും ആൾ ആമീൻ പറഞ്ഞു. ഒരു 150 ആളുണ്ടാവും. പെണ്ണുങ്ങളൊരു 50 ആളെയും കൂട്ടിക്കോളി, അപ്പോൾ 200 ആളായി. 200 ആള് ആമീൻ പറഞ്ഞപ്പോൾ അത് അല്ലാഹു തആല ഒന്നിന് 10 കൊടുക്കും. അപ്പൊ 200 10 എത്രയായി? അപ്പൊ എൻ്റെ അമ്മാനും ബാപ്പാനും ഖബറിലേക്ക് ഇപ്പം എത്ര കിട്ടി? ഇനി നമ്മൾ ഒരാൾ ആമീൻ പറയുമ്പോൾ അത് 3 ആമീനാണ്. എന്തുകൊണ്ട്? നമ്മളെ വലഭാഗത്തും ഒരു മലക്കുണ്ട്, ഇടഭാഗത്തും ഒരു മലക്കുണ്ട്. നമ്മൾ ദ്വാരക്കുമ്പോൾ മലക്കുകൾ ആമീൻ പറയില്ലേ? എന്ത് നിങ്ങൾക്കൊരു സംശയം? പടച്ചോനെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. മലക്കൾ ആമീൻ പറയില്ലേ? മലക്കുകൾ പറയുന്ന ഉറപ്പാണ്. മലക്കളെ കൊടുത്തിട്ട് ഒറ്റ വഹാബികളും ഇല്ലല്ലോ. പിന്നല്ലോ നിങ്ങൾ ഇതുവരെ ആവർത്തനം പറഞ്ഞിട്ടില്ല. മലക്കൾ കൊടുത്തിട്ട് ജമാഅത്ത് നിങ്ങൾ ഇതുവരെ കേട്ടിക്കണം. ആ മലക്ക് ജമാഅത്തുകാരനാണോലോ, ആ മലക്ക് മുജാഹിദാണോലോ. നമ്മളെ കൂടെ ഉള്ള അപ്പം ഇവിടെ 200 ആളുണ്ടെങ്കിൽ നമ്മളെ കൂടെ 2 മലക്കുകൾ ഉറപ്പാ. അപ്പം എത്ര? 600 മലക്കുകളായി. 400 മലക്കുകളും 200 നമ്മളും. പടച്ചോനെ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും പടച്ചോനെ ഈ കൂടിയ ഞങ്ങളെല്ലാവരും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഹയാത്തുള്ള മാതാപിതാക്കൾക്ക് മനസ്സമാധാനം കൊടുക്കണേ അല്ലാഹ്. മക്കളെ ദുആ ഒക്കെ മാതാപിതാക്കളായതുകൊണ്ട് മക്കൾ ചിന്തിക്കണം. മക്കൾക്ക് ഗുണം കിട്ടുന്നത് മാതാപിതാക്കളെ ദുആ പോലെ മക്കൾക്ക് ഫലം ചെയ്യുന്ന മറ്റൊരു ദുആ ഇല്ല. അത്ര പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന മാതാവ് പിതാവ്, ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന മക്കൾ, അതായിരിക്കണം നമ്മുടെ ജീവിതം. മക്കളെ നമ്മൾ നല്ലപോലെ സ്നേഹിച്ച് കീഴടക്കണം. മക്കളെ വാത്സല്യത്തിൽ കൂടെ നിർത്തണം. അതാണ് വേണ്ടത്. അല്ലാഹ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയതാ. നബി തങ്ങൾ വീട്ടിൽ വന്നതേ ഉള്ളൂ. അപ്പോഴൊക്കെ ഒരാൾ കാണാൻ പോയി. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, സമയവും കാലവും ഒന്നും നോക്കാതെ ഒരു കാണാൻ പോയി. വേഗം വന്നോളൂ, ഇപ്പോൾ ഇവിടെ ഒരാൾ ഇവിടെ ഉണ്ട്, വേഗം വന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലെത്തി അകത്തേക്ക് പോയതേ ഉള്ളൂ. അപ്പോൾ ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചു.
നമ്മളെ നാട്ടിലാണിച്ചാൽ എന്ത് ചെയ്യും, വിളിച്ചീമല വിളിച്ചു കൊണ്ടുപോകും. അങ്ങനെയല്ലേ നമ്മൾ അല്ലേ? നമ്മളെ വീട്ടിൽ വന്നിട്ട് ഒരാൾ ബെല്ലടിച്ചാൽ പുറത്ത് നമ്മളെ ഇതുണ്ടല്ലോ, എന്തായാലും പറയാം, നമ്മളെ വീടിൻ്റെ പുറത്തെ അതെന്താണ്, സിറ്റ് ഔട്ട് അല്ലേ? സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞത് ആരോടാ? നമ്മളിങ്ങനെ പേര് പറഞ്ഞു പോയാൽ പോരാ. വീടിൻ്റെ പുറത്തുള്ള സ്ഥലമാണ് ഏത്? സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ട്, പുറത്തിരിക്കുക. ആരോടത് പറഞ്ഞത്? ഔത്തുള്ളവരൊക്കെ പുറത്തിറങ്ങിയിരിക്കാനാ. പിന്നെന്താ? സിറ്റ് ഔട്ട്. പുറത്തുനിന്ന് വരുന്നവനോട് കുറച്ച് ഇവിടെ ഇരിക്കുക. ആള് വരും, വാതിൽ തുറക്കുമ്പോൾ കാണാം. അതാ ഒരു ബെല്ലടിച്ചു, അപ്പൊ തന്നെ രണ്ടാമത്തും അടിച്ചു, അപ്പൊ തന്നെ മൂന്നാമത്തും അടിച്ചു, അപ്പൊ തന്നെ നാലാമത്തും അടിച്ചു. ഇങ്ങനെ അടിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഇന്നാളെ ഒരു പെരയിൽ 4 ആൾ പോയി ബെല്ലടിച്ച്, ഒരു ബെല്ലടിച്ച്, 2 ബെല്ലടിച്ച്, മൂന്നാമത്തെ ബെല്ലടിച്ച്, നാലാമത്തെ ബെല്ലുമ്പോൾ അങ്ങനെ അമർത്തി ഇങ്ങനെ പിടിച്ചിട്ട് കുറൂ നടന്നുകൊണ്ട്. അപ്പോൾ ഒരു ചെറിയ കുട്ടി വന്നിട്ട് വാതിൽ ഇങ്ങനെ തുറന്ന്, അപ്പോൾ ഈ ബെല്ലടിച്ചവർക്ക് ഇവനെ കണ്ടപ്പോൾ ദേഷ്യം പിടിച്ചു. ഈ ഏറൊക്കെ എറിഞ്ഞിട്ട് കണ്ണിയാങ്ങിയാ വീണെന്ന് ചോദിച്ചു. അല്ലാ, നമ്മളൊരു ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്, എന്നാൽ നേരാണ് കയറി ചെല്ലാൻ പറ്റും. എൻ്റെ വീട്ടിൽ ആരുണ്ട്? എൻ്റെ മകൻ്റെ ഭാര്യയുണ്ട്. ഓള് പ്രസവിച്ച് അല്ലേ? സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ആണുങ്ങൾ പരിയില്ലാത്ത പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? ആ മാക്സൊക്കെ പൊന്തിച്ചു പിടിച്ചിട്ട് കാലിൻ്റെ തുടമ കുട്ടിനെ കിടത്തിയിട്ട് എണ്ണ വെച്ച് കൊടുക്കണ്ടാവും, കുഴമ്പ് വെച്ച് കൊടുക്കണ്ടാവും അല്ലേ? നമുക്കൊരു മകളായാലും പിന്നെ മരുമകളായാലും കാണാൻ പാടില്ലാത്തത് കാണാൻ പറ്റുമോ? പുറത്തുനിന്ന് വരികയാണെങ്കിൽ ഒരു ഒച്ച ഉണ്ടാക്കിയിട്ട് സിറ്റ് ഔട്ട് കുറച്ചു നേരം അവിടെ ഇരിക്കുക, പാഞ്ഞിന് കയറലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരാളെ വിളിച്ചാൽ, ഒരു വീട്ടിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ഒരാളെ വിളിച്ചാൽ 4 റക്അത്ത് നിസ്കരിക്കണ സമയം കഴിഞ്ഞിട്ടേ പിന്നെ രണ്ടാമത് വിളിക്കുള്ളൂ. ഒരു വീട്ടിൽ നിസ്കരിക്കണ്ടാവും, ബാത്റൂമിലുണ്ടാവും, കുളിപ്പിക്കണ്ടാവൂലേ? അപ്പോഴേക്ക് നമുക്ക് ദേഷ്യം പിടിക്കാൻ പറ്റുമോ? ഒന്ന് കാത്തു നിൽക്കണ്ടേ? ഒരു സ്വഹാബി റസൂലുള്ള ഒരു യാത്ര കഴിഞ്ഞ് വന്നതാ. യാത്ര കഴിഞ്ഞ് വന്ന് റസൂലുള്ള റൂമിക്കാണ് കയറിയിട്ടുള്ളൂ. അപ്പോഴേക്ക് ഒരാൾ വന്ന് വിളിച്ചു. നബി തങ്ങൾ പുറത്ത് വരുന്നത് കാണുന്നില്ല. അപ്പൊ അയാൾക്ക് ഇങ്ങനെ ഒരു പൊറുതിയോട് വരായിട്ട് അദ്ദേഹം അവിടെ ഇങ്ങനെ നിന്നിട്ട്, റസൂലുള്ളാഹിന്റെ വീട് ഏതാണ്? ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ വീടാ. ആ വീടിന്റെ ഉള്ളിൽ കൂടെ ഇയാൾ ഔത്തേക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ ഇയാളൊരു അത്യത്ഭുതം കാണുകയാണ്. എന്താ കാണുന്നത്? റസൂലുള്ള വീട്ടിന്റെ അകത്ത് 3 പേരക്കുട്ടികളും ഉണ്ട് ഒപ്പം. ആരാ? 2 കുട്ടികൾ, അത് ഫാത്തിമ ബീവിന്റെ മക്കള്. ഒരു കുട്ടി ഏതാ? മരിച്ച സൈനബ ബീവിന്റെ കുട്ടി. 3 പേരക്കുട്ടികൾ. ആ 3 പേരക്കുട്ടികളും കൂടി വല്യപ്പാന്റെ ഒപ്പം കൂടിയേക്കാണ്. റസൂലുള്ള അങ്ങനെ സുജൂദിൽ കിടക്കുന്നുണ്ട്. റസൂലുള്ള അങ്ങനെ സുജൂദിൽ 2 കുട്ടികൾ റസൂലുള്ളാഹിന്റെ പുറത്ത് കയറി ഇരുന്നിക്കണ്. 2 കുട്ടികൾ റസൂലുള്ളാഹിന്റെ മുതുകിൽ കയറി ഇരുന്നിക്കണ്. 3-ാമത്തെ കുട്ടിയും കൂടി ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് മത്സരിക്കാൻ. ഈ കാഴ്ചയാണ് കാണുന്നത്. നിങ്ങൾ നോക്കി മുത്ത് നബി കുട്ടികളൊപ്പം കളിക്കണത്. നിങ്ങൾ ആരെങ്കിലും ഇതിനിടക്ക് ചെയ്തു നോക്കിക്കണം. മക്കളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലെടുക്കുന്നത് കണ്ട നിങ്ങൾ? മുത്ത് റസൂലുള്ളാഹി തങ്ങളെ പുറത്ത് ഇങ്ങനെ കയറിയിട്ട് കുട്ടികൾ കളിക്കുക. ഒരിക്കൽ റസൂലുള്ളാഹി സുജൂദ് ചെയ്തു. ആ സുജൂദിന് പോരാൻ കുറച്ച് വൈകി. സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ എന്താ ഇന്നത്തെ നിസ്കാരത്തെ പറ്റിയത്? ഒന്നും പ്രത്യേകമായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ സുജൂദ് കിടക്കുമ്പോൾ ആ ചെറിയ കുട്ടി വന്നു, ഇതിന്റെ പുറത്ത് അവിടെ കയറിയിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹിന്റെ പുറത്ത് ഇങ്ങനെ ഏറ്റവും മോട്ടോർ സൈക്കിളുമ കയറിയ മാതിരി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഞാനവനെ പിടിച്ച് താഴെ ഇറക്കിയാൽ എന്ത് ചെയ്യും? പിടിച്ച് താഴെ ഇറക്കിയാൽ എൻ്റെ നിസ്കാരം ബാത്തിലാവും. കാരണം അപ്പൊ കുറച്ചേരം ഇങ്ങനെ അടങ്ങി കടന്നു റസൂലുള്ള സുജൂദിൽ. അപ്പൊ കുട്ടിക്ക് തന്നെ ഒരു സംശയം, നിങ്ങൾക്ക് തന്നെ ഒരു സംശയം, പടച്ചോനെ വല്യപ്പാക്ക് വല്ലതും പറ്റിയോ? കുറച്ചേരം ഇങ്ങനെ റസൂലുള്ള അടങ്ങി കടന്നപ്പോൾ കുട്ടി താഴെ ഇറങ്ങി. അപ്പൊ റസൂലുള്ള അല്ലാഹു അക്ബർ യാ റബ്ബ്. ഓക്കെ, മക്കളെ നമ്മൾ കീഴടക്കണം. പല വീട്ടിൽ നിന്നും പെൺകുട്ടികൾ ചാടിപ്പോയാൽ നിങ്ങൾ ആ ചാടിപ്പോയ വീട്ടിലൊക്കെ ഒന്ന് പോയി എന്നിട്ടൊരു പഠനം നടത്തുമ്പോൾ മനസ്സിലാവും കുട്ടിൻ്റെ അടുത്ത് മാത്രമല്ല തെറ്റ്. കുട്ടികൾക്ക് കൊടുക്കേണ്ട സ്നേഹവാത്സല്യങ്ങളും ഉപദേശങ്ങളും അതാത് സമയത്ത് കൊടുക്കുന്നിടത്ത് മാതാപിതാക്കൾക്ക് പാകപ്പിഴവ് പറ്റിയോ? കുട്ടികളെ പേര് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പോവുക എന്നല്ലല്ലോ വേണ്ടത്. കുട്ടികളെ സ്നേഹിച്ച് വാത്സല്യത്തിൽ കീഴടക്കിയിട്ട് നന്നാക്കിയെടുക്കണ്ടേ? അല്ലാഹു റബ്ബി, പെൺകുട്ടികൾ അങ്ങനെ ഓടിച്ചാടി പോകാൻ കൊതിക്കുന്ന പെൺമക്കളെ നിങ്ങൾ ഓർക്കണം, ഖേദിക്കേണ്ടി വരും. മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങിപ്പോകുന്ന ഒരു മക്കളും അവര് നന്നായി തീരുകയില്ല.
ഭാര്യയെ കണ്ണീര് കുടിപ്പിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന ഭാര്യ, ആരും പരസ്പരം ശ്രദ്ധിക്കണം. അതൊന്നും അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന കാര്യമല്ല. നമ്മളവിടുന്ന് വാപ്പ മരിച്ചിട്ട് ഒരു കുട്ടിയുള്ള അമ്മ കഷ്ടപ്പെട്ട് മോളെ പോറ്റി വളർത്തി, കഷ്ടപ്പെട്ടാണ് അമ്മ പോറ്റി വളർത്തിയത്. ആ പെണ്ണിനെ 19.5 വയസ്സായിരിക്കുന്ന പെണ്ണിനെ ഒരു ദിവസം കാണാനില്ല. വളരെ വിഷമിച്ച് ഉമ്മ. അപ്പൊ ആരോ പറഞ്ഞു കുട്ടി ഇങ്ങനെ ഒരാളായിട്ട് ബന്ധമുണ്ട് പോയിക്കണ്. ആ അമ്മ വളരെ കഷ്ടപ്പെട്ട് അവസാനം പോലീസിൽ കൊടുത്ത് മൈസൂരിൽ നിന്നോ മറ്റോ പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോ ഈ പോറ്റി വളർത്തിയ അമ്മ ഉണ്ടല്ലോ, വാപ്പല്ലാതെ കുട്ടിനെ പോറ്റിയ അമ്മയല്ലേ, ചെറുപ്പത്തിൽ വാപ്പ മരിച്ചിക്കണ്. ആ അമ്മ കോടതിക്കാണ് പോയി. ഇന്നെ കണ്ട എന്റെ കുട്ടി ഒപ്പം പോരുന്ന അമ്മ വിചാരിച്ചത്. പെണ്ണ് തിരിഞ്ഞു നോക്കിയില്ല അമ്മാനെ. കോടതി ചോദിച്ചു, നീ ആരെ കൂടെയാണ് പോണത്? ആ നിൽക്കുന്നത് ആരാന്ന് ചോദിച്ചു. അത് ഉമ്മയാണ്. ഉമ്മാന്റെ ഒപ്പം പോണ ചോദിച്ചു. ഇല്ല, ഉമ്മാന്റെ ഒപ്പം പോണില്ല എന്ന് പറഞ്ഞതോടുകൂടെ അമ്മ കോടതിയിൽ ബോധം കെട്ട് വീണ് ഉമ്മാനെ മറ്റുള്ള ആളുകൾ കൂട്ടിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് കയറ്റിയിട്ട് കൊണ്ടുവന്നാക്കി. അല്ലാഹു റബ്ബി, ഈ പെണ്ണെന്ത് ചെയ്തു? വാട്സപ്പിൽ കിട്ടിയ ചെറുപ്പക്കാരന്റെ കൂടെ പോയി. ഒരു വർഷം പൂർത്തിയായി. ഈ പെണ്ണ് വാടക എവിടെയോ താമസിക്കാണ്. ഹോസ്പിറ്റലിൽ പ്രസവത്തിന് കടത്തി. ഈ പെണ്ണ് ഗർഭിണിയായി പ്രസവിച്ചു കഴിഞ്ഞു. ഈ ഉമ്മ ഇതൊന്നും ആർക്കും ഉമ്മക്ക് വിഷമിച്ച് കഴിയാണ്. പ്രസവം കഴിഞ്ഞിട്ട് കുട്ടിനെ സിസ്റ്റർമാര് ഇവന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. കുട്ടിനെ ഒരു നോക്ക് കണ്ടെങ്ങാണ്ട് ഓനാണ് പോയതാ. പിന്നെ ഓൻ്റെ ഒരു അഡ്രസ്സും ഇല്ല. എന്താ സംഗതി? പ്രസവിച്ചു നോക്കുമ്പോ കുട്ടിക്ക് മുച്ചിറിയൊക്കെ മനസ്സിലായി. ഈ മുകൾ ഭാഗത്തെ ചുണ്ട് രണ്ടും ഇങ്ങനെ വേറിട്ട് നിൽക്കാണ്, മനസ്സിലായോ? മൂക്കിന്റെ ഈ പാലുണ്ടല്ലോ ഇതിങ്ങനെ പൊന്തി നിൽക്കാൻ. ഈ കുട്ടിന്റെ മുഖം ഇങ്ങനെയാണ് എന്ന് കണ്ടപ്പം അപ്പാണ് പോയതാണ് കുട്ടിന്റെ വാപ്പ. പിന്നെ കുട്ടിനെ ഓനെ എവിടെ ആകെ വളർത്തുള്ള തെളിവെന്താ? ഒരു മൊബൈൽ ഫോണാണ്. 3 ദിവസം ഹോസ്പിറ്റലിൽ നിന്നു. ഹോസ്പിറ്റലിൽ ആരെ വകണ്ടല്ലപ്പോൾ ടാക്സി എടുത്തിട്ട് കോട്ടേഴ്സിൽ എത്തിച്ചു കൊടുത്തു. കോട്ടേഴ്സിൽ ആ പെണ്ണ് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണ് ശുശ്രൂഷിക്കാൻ ആളില്ല, ഭക്ഷണം കൊടുക്കാൻ ആളില്ല, മരുന്ന് കൊടുക്കാൻ ആളില്ല. കോട്ടേഴ്സിൽ താമസിക്കുന്ന മറ്റ് പാവങ്ങൾ വല്ലപ്പോഴും വല്ലതും കൊടുക്കും. അവസാനം ആ കോട്ടേഴ്സ് നിൽക്കുന്ന സ്ഥലത്തെ മഹല്ല് കമ്മിറ്റി ഇതറിഞ്ഞു. അവരിടപെട്ടു. ആ അഡ്രസ്സും മറ്റുമൊക്കെ ചോദിച്ചിട്ട് ഇപ്പുറത്തെ മഹല്ലത്തിൽ വന്ന് ഉമ്മാൻ്റെ അടുത്ത് വന്നു. ആ അമ്മാനോട് വന്നിട്ട് ഈ പെണ്ണുങ്ങളെ മകളാണോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്നാ ഓളിപ്പം ഇങ്ങനെ വല്ലാത്തൊരു കഷ്ടപ്പാടിലാണ്. അപ്പ അമ്മ പറഞ്ഞു, കഷ്ടപ്പെട്ടോട്ടെ, നിങ്ങൾ നോക്കിക്കോളിയും, എനിക്കാ മകളെ വേണ്ട. ഞാൻ ഓളെ വാപ്പ 1 വയസ്സിൽ മരിച്ചിട്ട് എൻ്റെ കുട്ടിനെ 19.5 വയസ്സ് വരെ ഞാൻ അത്ര കഷ്ടപ്പെട്ട് പോറ്റിയിട്ട് കോടതിയിൽ നിന്ന് ഞാൻ ബോധം കെട്ട് വീണിട്ട് അന്യ ആളുകളാണ് എന്നെ എടുത്തു കൊണ്ടുപോണത്. ആ സമയത്ത് പോലും എൻ്റെ മകൾക്ക് ഉമ്മാന്ന് വിളിക്കാൻ തോന്നാത്ത ആ മകളെ എനിക്ക് വേണ്ട. ഈ നാട്ടിൽ നിന്ന് ഇനി ഒരു പെണ്ണ് ചാടിപ്പോണുണ്ടെങ്കിൽ ഓക്കൊക്കെ ഇതൊരു പാഠമായിക്കോട്ടേന്നു. ദുനിയാവിൽ തന്നെ നരകം അനുഭവിക്കേണ്ടി വരും. അള്ളാഹു തന്നെ നമുക്ക് ബിസ്മില്ലാഹി തന്ന കൂട്ടരാണ് നമ്മൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മാനെയും ബാപ്പാനെയും ധിക്കരിച്ചുകൊണ്ടുള്ള മക്കളെ ശപിച്ചുകൊണ്ടുള്ള മാതാപിതാക്കള് രണ്ടും ശ്രദ്ധിക്കണം. മക്കൾ ഇങ്ങോട്ടും മാതാപിതാക്കൾ അങ്ങോട്ടും. വല്ലാത്ത കാര്യങ്ങൾ അവിടെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഖുർആൻ വളരെ വ്യക്തമായിട്ട് വഅബ്ദു റബ്ബക എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഇതൊക്കെ ഇങ്ങനെ നല്ലപോലെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വഖ്ഫദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. അല്ലാഹ്, ഉമ്മ വാപ്പ, എന്താണ് അതിൻ്റെയൊക്കെ ഒരു സ്നേഹം, അതിൻ്റെയൊക്കെ ഒരു സംഗതി. ഞാൻ നിർത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുതിർന്ന തലമുറയിലെ ആളുകളോട്, മഹല്ല് ഉത്തരവാദപ്പെട്ടവരോടൊക്കെ നമ്മളൊക്കെ എന്ത് ചെയ്യണം? മുതിർന്ന തലമുറയിലെ ആളുകൾ കുടുംബജീവിതത്തിന്റെ ഒരു സന്തോഷം, കുടുംബജീവിതത്തിന്റെ ഒരു ഐശ്വര്യം, അത് നമ്മുടെ നാട്ടിലൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മളൊക്കെ ഉത്സാഹിക്കണം. അങ്ങനെ ആ ഒരു സന്തോഷകരമായിരിക്കുന്ന ജീവിതത്തിലൂടെ നമ്മളെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി വരുമ്പോൾ അൽഹംദുലില്ലാഹ് ഐശ്വര്യമുണ്ടാകും, സന്തോഷമുണ്ടാകും. അർഹമുർറാഹിമീനായ റബ്ബേ, നിന്റെ മുമ്പിലും ജനങ്ങളെ മുമ്പിലും ഞങ്ങളെ നീ ഐബാക്കല്ലേ പടച്ചവനെ. മനുഷ്യൻ അല്ലാഹു തആല നൽകിയിരിക്കുന്നത് സ്നേഹമാണ്. മനുഷ്യൻ അല്ലാഹു തആല നൽകിയിരിക്കുന്നത് സമാധാനമാണ്. ആ സ്നേഹ സമാധാനം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ
പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കണം. ഉമ്മയും ബാപ്പയൊക്കെ കല്യാണം ആലോചിച്ചിട്ട് നല്ലൊരു കല്യാണം, ജീവിതത്തിൽ ഒരിക്കലാ കല്യാണം ഉണ്ടാകുക, അതൊക്കെ ഒരു നല്ല സന്തോഷത്തിൽ. നാളെ നോക്കുമ്പോൾ ഒരു പെണ്ണ്, ഒരു ചെറിയ പെണ്ണ, ഒപ്പം പോണ ആണിനെ കണ്ടു നോക്കുമ്പോൾ ഓൻ വലിയ ബെറ്റിലെ കൂടി ഏണി കൊണ്ടോണം അതിലാണ് പുതിയ പെണ്ണെ കണ്ടു നോക്കുമ്പോൾ. അപ്പം ഞാൻ ചോദിച്ചു കുട്ടി എന്തിനാ എവിടുന്ന കിട്ടിയത്? അപ്പം നോക്കുമ്പോൾ വാട്സപ്പിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് അല്ലാഹു, പെണ്ണിന് 19 വയസ്സ്, ഓനിക്ക് 48. ഇതൊന്നും അല്ല മക്കളെ കല്യാണം എന്ന് പറയുന്നത്. ഒരു വിവാഹം, വിവാഹത്തിന്റെ സദ്യയും സൽക്കാരവും അതൊക്കെ ഇസ്ലാം എത്രമാത്രം സന്തോഷത്തോടുകൂടെ പഠിപ്പിക്കണത്. നാട്ടിലുള്ള മുഅ്മിനീങ്ങൾ ചേർന്ന് രക്തബന്ധത്തിൽ, ഉമ്മാന്റെ കുടുംബത്തിൽ, വാപ്പാന്റെ കുടുംബത്തിൽ, നമ്മളെ പള്ളി മഹല്ലത്തിൽ ഒക്കെ ചേർന്ന് സന്തോഷിച്ച് ഒരു കല്യാണമൊക്കെ ഉണ്ടാക്കി, ആ കല്യാണത്തിന്റെ സദ്യയിലൊക്കെ ആളുകൾ കൂടി. അല്ലാ, ഏത് സദ്യക്ക് പോയിട്ടുണ്ടെങ്കിലും കല്യാണ സദ്യക്ക് വിളിച്ചാൽ പോണെന്നാണ് ശറഈന്റെ നിയമം. വിവാഹ സദ്യക്ക് ക്ഷണിച്ചാൽ അതിൽ പോയി കൂടല് മറ്റെല്ലാ സദ്യയേക്കാളും സുന്നത്താണ്. ഒരു കല്യാണത്തിന് മകളെ കെട്ടിക്കാനുണ്ട്, മകന്റെ പെണ്ണിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാണ് എന്ന ആ സൽക്കാരത്തിന് വിളിച്ചാണ്ടല്ലോ, ആ സൽക്കാരത്തിന് പോകുക എന്നുള്ളത് മറ്റെല്ലാ സൽക്കാരത്തെക്കാളും. പിന്നെ വേറൊരു സംഗതി ഉണ്ട്, സൽക്കാരം നടത്തുന്ന ആളുകൾ മുതലാളിമാരെ മാത്രം വിളിച്ചുകൊണ്ട് അത്തരം സദ്യ നടത്താൻ പാടില്ല. ഒരു സദ്യ നടത്തുമ്പോൾ എന്ത് ചെയ്യണം? സാധുക്കളെയും അയൽവാസികളെയും രക്തബന്ധത്തിലുള്ളവരും വിവാഹ ബന്ധത്തിലുള്ളവരും അങ്ങനെ. അപ്പൊ അല്ലാഹു തആല അതിന് വലിയ നിഅമത്ത് തരും, ബറക്കത്ത് തരും. അർഹമുർ റഹീമേ, മാതാപിതാക്കളെ കൊണ്ട് മക്കൾക്കും മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്കും ഖൈറായത് നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവേ ഖൈറിന്റെ വാതിൽ തുറന്നു തരണേ അല്ലാഹ്. നമ്മളൊക്കെ ബഹുമാനപ്പെട്ട ഷർവാനി ഉസ്താദ് പറഞ്ഞല്ലോ, അല്ലാഹ് ഇവിടെ ഇപ്പോൾ മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ബുർദ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഗതിയാണ്. ആ ബുർദ അങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. അല്ലാഹ്, ബുർദയുടെ ഓരോ വരികളും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബുർദ, മങ്കൂസ് മൗലിദ് എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്കൊരു ചികിത്സയാണ്, അത് നമുക്കൊരു മരുന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ മരുന്നിന്റെ ബെയ്ത്തുകൾ അതിവിടെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതിന്റെ ഗുണം അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു ബുർദയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നാടിന് നീ കാവലാകണേ അല്ലാഹ്. ഞങ്ങളെ നാട്ടുകാർക്ക് നീ ഐശ്വര്യം നൽകണേ അല്ലാഹ്. മഹ്ദറത്തുൽ ബദരിയ നടക്കുന്നു, അതുപോലത്തെ പല ദിക്റുകളും പൂർവികരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചെന്നാണ്. അള്ളാഹുവിന്റെ ആ ബുർദ ബൈത്ത് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞ് അവസാനം നേരിട്ട് മുനാജാത്തിലേക്ക് എത്തുകയാണ്. യാ കറാമൽ ഖൽഖി മാ ലിമൻ ആലൂദു ബിഹി സിവാക ഇൻദ ഹുലു ലിൽ ഹാദിസിൽ അമീമി. ഷർവാനി ഉസ്താദ് അതിൻ്റെ അവസാനത്തിൽ ബുർദന്റെ കുറേ വരികളും ആ വരികളെ കൊണ്ടുള്ള പ്രത്യേക ഗുണങ്ങളും അതൊക്കെ അങ്ങനെ പ്രത്യേകം രേഖപ്പെടുത്തിയ കിതാബ. അള്ളാഹുവേ, ബുർദ കൊണ്ട് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒട്ടേറെ മഹാന്മാർ രക്ഷപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് മുത്തുനബിയുള്ള മഹബത്ത് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്, മഹബത്ത് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ബുർദന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മദീനത്തെത്തിക്കണേ അല്ലാഹ്. അല്ലാഹ്, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയിട്ട് മദീന മുനവ്വറയിൽ എത്തുമ്പോൾ ഓരോ വർഷവും നമ്മൾ കാണാറുണ്ട്. ഈ വർഷമൊക്കെ എൻ്റെ കൂടെ ചെറുപ്പക്കാരുണ്ടായിരുന്നു, ചെറുപ്പക്കാരൻ കുട്ടികൾ. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടി, അവനും എൻ്റെ ഭാര്യയും. ലണ്ടനിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, ഉമ്മുൽ ഖുവൈൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഞങ്ങൾ അടുത്ത നാട്ടുകാരനായ ഒരു സ്നേഹിതൻ. അവരൊക്കെ ഞങ്ങളെ കൂടെ. ഞാൻ അവരൊക്കെ ഇങ്ങനെ നോക്കി ഒരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട്, അല്ലാഹു റബ്ബി, ജബലുൻ നൂർ കയറാൻ, അതേപോലെ തന്നെ ഉംറക്ക് പോകാൻ, തവാഫിന് പോകാൻ, എത്ര ഒരു സന്തോഷത്തിൽ ആ ചെറുപ്പക്കാരൊക്കെ. അല്ലാഹ്, അങ്ങനെ ഹജ്ജിന് ഇങ്ങനെ കൂടിയപ്പോൾ അവരൊക്കെ യാ റബ്ബ്, അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാഹ്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെ മദീന മുനവ്വറ 34 പേരുകളെ കൊണ്ട് പ്രസിദ്ധമാണ് മദീന മുനവ്വറ. യാ റബ്ബ്, യാ റബ്ബ്, ആ മദീന മുനവ്വറയിൽ പോകാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്ത് ഞമ്മക്കൊക്കെ ജീവിതത്തിൽ പല പ്രാവശ്യം പോകാൻ നീ ഭാഗ്യം തരണേ അല്ലാ. നമ്മളൊക്കെ ദുആ ചെയ്യണം. മദീന മുനവ്വറ, മുതിർന്ന തലമുറയിലെ രക്ഷിതാക്കളെ, വല്യപ്പാരും വാപ്പാരും ഒക്കെ ആയിരിക്കുന്ന മുതിർന്ന തലമുറയിലെ സഹോദരങ്ങളെ, നമുക്കൊക്കെ മക്കളെ കൊണ്ടും കുടുംബത്തെ കൊണ്ടും എല്ലാം നമുക്ക് ആഖിറത്തിലേക്ക് വലിയ ഫലം കിട്ടണം, ദുനിയാവിൽ നമുക്ക് ഇസ്സത്ത് കിട്ടണം. അതുകൊണ്ട് രണ്ട് ലോകത്തെ വിജയം ഓർത്തുകൊണ്ട് ജീവിതത്തിൽ പരസ്പര സ്നേഹമുണ്ടാകണേ, കാരുണ്യമുണ്ടാകണേ, കൃപയുണ്ടാവണേ. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലെ ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാവർക്കും കൊടുക്കേണ്ടത് സ്നേഹമാണ്, ബഹുമാനമാണ്. സ്നേഹ ബഹുമാനത്തിന് വയസ്സില്ലല്ലോ. അതുകൊണ്ട് ഇസ്ലാമിന്റെ അത്തരം കാര്യങ്ങൾ കാത്തു സൂക്ഷിച്ചു പോകാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബുറുദ മജ്ലിസ് ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ നമ്മളൊക്കെ നാട്ടിലൊരു പതിവുണ്ട്. എന്താ? മാസത്തിലൊരു ബുറുദ മജ്ലിസ്. ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ നല്ല മട്ടത്തിൽ ഓതാൻ പഠിച്ചു. നമ്മളൊക്കെ പഴയ ഇസല്ലൊന്നും അല്ല ഇപ്പം കുട്ടികളെ ചെല്ലല്, നല്ല രീതിയിൽ ചെല്ലുകയാണ് അല്ലേ. ഒരു നീർച്ചയാക്കിയിട്ട് ഒരു സംഗതി ചെല്ലുകയാണെന്ന് എന്ത് വേണം? മങ്കൂസ് മൗലൂദ് ഓതുകയാണ്, തബറുക്കന് ഓതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബുറുദ ഓതുകയാണ്, തബറുക്കന് ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതിയാലും മതി. ഒരു മുറാദ് ഹാസിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതുകയാണ്, അല്ലെങ്കിൽ ഒരു നീർച്ചയാക്കിയിട്ട് ഓതുകയാണ്. എന്നാൽ എങ്ങനെ ഓതണം? ഓരോ വരിക്കും ജവാബ് ചെല്ലണം. ഓരോ വരിക്കും ജവാബ് ചെല്ലണം. ഓരോ ജവാബും എന്താണ്? ഒരു സ്വലാത്താണ്. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സംഗതി പൂർത്തിയാക്കണേന്ന്. അതിന് ഇന്നാണ് ഞാനൊരു മൗലൂദിന് കൂടി ഒരു 5-6 ചെറുപ്പക്കാർ കുട്ടികൾ ഓതണോ ഓതെന്നെ ശ്വാസം പെടാതെ ഓതുക. ഓൻ്റെ കൗത്തിലെ നിരമ്പൊക്കെ നോക്കുമ്പോൾ PVC പൈപ്പ് മാതിരിക്കും പടച്ചു നിൽക്കുന്നുണ്ട്. ഇവനൊന്ന് ശ്വാസം അയക്കണ്ട, ഇങ്ങനെ നമുക്ക് സ്വലാത്തി എല്ലാം പറ്റുള്ളൂ. പണ്ട് പ്രധാന ഭക്ഷണമാണ് കഞ്ഞി. 2 ആൾ കഞ്ഞി കുടിക്കായിരുന്നു, കയ്യിലൊന്നുള്ളൂ, കുടിച്ചണോ കുടിച്ചു തന്നെ. മറ്റോൻ ചോദിച്ചു എനിക്ക് കഞ്ഞിയാണ് ചോദിച്ചു, ഇജ്ജാ കയ്യിലൊന്ന് താഴെ വെച്ച് കിട്ടണ്ടേ എന്ന മാതിരി ഇവനൊന്ന് ശ്വാസം അയച്ചു കിട്ടണ്ടേ. അതല്ല നമ്മളൊക്കെ ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി സല്ലി. ഒരു മുറാദ് ഹാസിലാകാൻ വേണ്ടി ചെല്ലുമ്പോൾ അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജതദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമി മൗലായ. ഓരോ വരിക്കും ആ സ്വലാത്ത് തന്നെ ചെല്ലണം. അത് റസൂലുള്ളാഹിയും ഇമാം ബൂസൂരി തങ്ങളും മുനാജാത്ത് ചെയ്തിട്ട് കിട്ടിയ ബെയ്ത്താണ്. ജവാബ് ഏതെന്നെ ചെല്ലണം? അതിൽ പറഞ്ഞത് ചെല്ലണം. നമ്മളെ വകയായിട്ട് വേറെ ഏതെങ്കിലും ചെല്ലലല്ല. ഒരു നേർച്ചയാക്കി ചെല്ലുമ്പോൾ, ഒരു മുറാദ് ഹാസിലാക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അതതിൻ്റെ മട്ടത്തിൽ ഇങ്ങനെ ചെല്ലിയാൽ അല്ലാ പടച്ചവനെ ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ല, അറ്റാക്കിൽ നിന്ന് കാക്കണേ അല്ല, പടച്ചവനെ കിഡ്നി രോഗത്തിൽ നിന്ന് കാക്കണേ അല്ല, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ല. അല്ലാ ഞങ്ങൾക്ക് നീ ദുനിയാവിലെ ജീവിതത്തിൻ്റെ സന്തോഷമാണ് ഭാര്യ ഭർത്താവ്, ഞങ്ങളെ ജീവിതം ഐശ്വര്യത്തിലാക്കണേ അല്ല. ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമാണ് ഞങ്ങളെ മക്കളും ഭാര്യയും, നീ റാഹത്തിലാക്കണേ അല്ലോ. മാതാപിതാക്കളെ പൊരുത്തം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലോ. ഞാൻ നിർത്തി. ഇവിടെ ബുറുദൻ്റെ ദിവസം നടക്കുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കലുണ്ട്. എന്താ കൊടുക്കൽ ഭക്ഷണം? ഇവിടെ ഇപ്പം ഇന്ന് ബിസ്ക്കറ്റും ചായ കണ്ടത് അതന്നെ. ഇന്ന് അതിന് ബുറുദ അല്ലല്ലേ, നാളെയാണ്. അതെവിടുന്ന ചെല്ലൽ? ഇവിടുന്ന് തന്നെ പള്ളിക്കന്നെ. അൽഹംദുലില്ലാ. നാളെ ചോറുണ്ടാവും. നാളെ ഒന്നാം മതി എന്നാലും ഇപ്പം ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. അപ്പം ഇരിക്കട്ടെ, അള്ളാഹു തആല ഖൈറ് തരട്ടെ. ഞങ്ങളൊക്കെ നാട്ടിലുള്ള പതിവ് എങ്ങനെയാണ്? ഇവിടെയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ ബുറുദ കഴിയുമ്പോൾ അടുത്ത ബുറുദക്കുള്ള ഭക്ഷണം തീരുമാനിക്കും. ഒരു കൊല്ലത്തിൽ ബുറുദക്ക് വരുന്ന ആൾക്കാരെ എന്ത് ചെയ്യും? നമ്മൾ ഒരു കൊല്ലത്തിൽ എത്ര ഉണ്ടായാലും 11 ഉണ്ടാകാം, 12 ഉണ്ടാകുമെങ്കിലും റമളാനിലുള്ളതിന് നമ്മളവിടെ ഭക്ഷണം ഉണ്ടാക്കലില്ല. ഇവിടെയൊക്കെ എങ്ങനെ ഉണ്ടോ? നാളെ ഒരു സ്ഥലത്ത് ചെന്ന് നോക്കുമ്പം അവിടെ റമളാനിൽ ബുറുദ ഉഷാറാക്കുകയാണ്. ഒരു റമളാനിൽ ബുറുദ അല്ലെങ്കിൽ അസറിൻ്റെ ശേഷം നോമ്പ് ഇറക്കാനുള്ള ഭക്ഷണത്തോടു കൂടെ പിരിയല്. ഓരോ സ്ഥലത്തും ഓരോ. ഇവിടെ അങ്ങനെ തന്നെ. അള്ളാഹു തആല ഖൈറ് തരട്ടെ. അപ്പം ഇവിടെ ഇപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പം ബുറുദൻ്റെ മജ്ലിസിൽ ചിലപ്പം ഭക്ഷണം കൊടുക്കാൻ ഒരു 8000, ചുരുക്കം ചില സമയത്ത് 10,000. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഭക്ഷണത്തിന് വരുന്നത്. അപ്പോൾ അടുത്ത മാസം ഞാൻ കൊടുക്കുക, പിറ്റത്തെ മാസം ഞാൻ കൊടുക്കുക,
എൻ്റെ വാപ്പ മരിച്ച മാസമാണ്, എൻ്റെ അമ്മ മരിച്ച മാസമാണ്, എനിക്കൊരു കുട്ടി ഉണ്ടായ മാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആ ഭക്ഷണത്തിൻ്റെ ഏറ്റെടുത്താൽ അത് ഇങ്ങനത്തെ സഭയിലൊക്കെ ഒരു വലിയ സന്തോഷമാണ്. അള്ളാഹു നമുക്ക് ഹൈറ് തരട്ടെ. അപ്പോൾ നമ്മൾക്ക് ഒന്ന് ഉത്സാഹിച്ച് നോക്കിയല്ലേ അല്ലേ? ഇതിപ്പോൾ സഫർ മാസം എങ്ങനെയാണ് പോയി. അടുത്തത് ഏതാ? അടുത്തത് റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വലിലെ ബുർദ, അതിൻ്റെ ഭക്ഷണം ഞാൻ കൊടുക്കാം. ആരാ പറയണേ? അത് മുത്തുനബിൻ്റെ മാസമാണ് പ്രത്യേകിച്ച്. ആരാളുള്ളത്? ആരാ കബീർ? ആ, അടുത്ത മാസത്തെ ഏറ്റിക്കണം. ഇവിടെ ഉണ്ടോ ആള്? പറഞ്ഞിരിക്കണമെങ്കിൽ റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ റബീഉൽ അവ്വലിന്റെ ഭക്ഷണം കബീറിന്റെ വക. അല്ലാഹു തആല കബീറിനും കുടുംബത്തിനും നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. റബീഉൽ ആഖിർ മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ മാസം ഒട്ടേറെ ഫضലുള്ള മാസമാണ്. ആരാ റബീഉൽ ആഖിറിൽ കൊടുക്കാനുള്ളവർ? ഒരു 8000 10,000 ഉറുപ്പ്യ ഇനി ഇല്ലെങ്കിൽ 2 ആൾ കൂടിക്കളി അപ്പാണ് നടക്കുമല്ലോ. ഞാനൊരു വന്നപ്പോൾ ഒരു സംഗതിയാണ്, ഒരു ഖൈർ നിന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. പിന്നെ ആരാളുള്ളത്? ഉണ്ടോ റബീഉൽ ആഖിറിൽ ഞാൻ കൊടുക്കാമെന്ന് പറയാൻ? ഉണ്ടോ ആരെങ്കിലും? ഞങ്ങളൊക്കെ നാട്ടിൽ ഈ റബ്ബർ എസ്റ്റേറ്റ് തൊഴിലാളികളാണ്. കൊടുക്കാൻ വിചാരിച്ചേ ഭയം പറയും, അവർ കാത്തിക്കൂല. കാരണം ഓർക്ക് ഒരു കൂട്ടാൻ കായുണ്ടാവില്ല. അതാണ് ഇത്. ആരെങ്കിലും ഉണ്ടോ? പിറ്റേത്തെ മാസം കൊടുക്കാൻ റബീഉൽ ആഖിറിന്റെ വകയായിക്കോട്ടെ എന്ന് എഴുതിയിട്ടൊരു ഭക്ഷണം. ബാക്കി മൗലിദ് ദിക്റിന് ബുർദക്ക് വന്ന ആളുകൾക്കൊക്കെ ഒരു ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിക്കുക, അതൊന്നും ചെറിയ സംഗതിയല്ല. ഞാൻ ഇപ്പോൾ അതിൻ്റെ വയല് പറയാൻ നിൽക്കണില്ല. ആരുണ്ടോ? ഒരു കൊല്ലത്തിൽ ഇഷ്ടമുള്ള ഓരോ മാസത്തിലാണ് കൊടുത്താൽ ഏതെങ്കിലും ഒരു മാസം ഞാൻ കൊടുക്കാം, ഒരു മാസം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒരാളോ 2 ആളോ ഒക്കെ കൂടിയിട്ടൊക്കെ കൊടുത്താലും മതി. 2 ആൾ കൂടിയിട്ടാകുമ്പോൾ 4000 ഉറുപ്പ്യ എടുക്കേണ്ടേ ഉള്ളൂ അല്ലേ? റബീഉൽ ആഖിർ ഒരു മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ മാസമാണ്. അന്ന് ബുർദൻ്റെ കൂടെ ഏതും കൂടി ഉണ്ടാവും, മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ മൗലൂദും കൂടി ഉണ്ടാകും. അപ്പോൾ അതാരാ ഒന്ന് തയ്യാറാകണം? അല്ലാഹു തആല നമുക്ക് ഖൈർ തരട്ടെ. ബിസ്മില്ലാ. ആരെങ്കിലും ഒരാൾ പറയും. ഒരാളോ 2 ആളോ? നിങ്ങൾക്കൊക്കെ പരിപാടി കഴിഞ്ഞാൽ 5 മിനിറ്റ് നിങ്ങളെ പരിയിലെത്തും. എനിക്ക് 2 മണിക്കൂർ ഓടണം. നാളെ രാവിലെ സുബഹി സ്കെച്ച് ദർസ് നടത്താണ്ട്. അപ്പം അതുകൊണ്ട് ദീർഘിപ്പിക്കാൻ പറ്റില്ല. പറഞ്ഞോളി. ഞാനുണ്ടോ? അല്ലാഹു തആല നമുക്കൊക്കെ ഖൈർ തരട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, അങ്ങനെ നമ്മുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, അവരൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ട് അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله
الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الله مالك الملوك يا الله خالق رازق يا الله ഈമാന് സലാമത്ത് നൽകണേ അല്ലാ തഖ്വ നൽകണേ അല്ലാ ഇഖ്ലാസ് നൽകണേ അല്ലാ ഇസ്സത്ത് നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ നിഅമത്ത് നൽകണേ അല്ലാ ബറക്കത്ത് നൽകണേ അല്ലാ അപകടങ്ങളെ കാക്കണേ അല്ലാ ആഫത്തുകളെ തടുക്കണേ അല്ലാ മുസീബത്തുകളെ ഒഴിവാക്കണേ അല്ലാ അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങളാക്കി പോറ്റി വളർത്തിയ മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ട്. അവരെ ഖബറിടം നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. ഞങ്ങളെ ദുആ ഞങ്ങളെ ഉപ്പാക്കും ഉമ്മാക്കും വല്യമ്മാക്കും വല്യപ്പാക്കും തുടങ്ങി ഞങ്ങളെ രക്തബന്ധത്തിലോ വിവാഹബന്ധത്തിലോ മരണപ്പെട്ടവർക്ക് അല്ലാഹുവേ അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ 1-ാം ക്ലാസ് മുതൽക്ക് പഠിപ്പിച്ച മുഅല്ലിമീങ്ങളുണ്ട്, ഉസ്താദുമാർ. ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദ്, വജ്ജഹത്ത് പഠിപ്പിച്ച ഉസ്താദ്, വലിയ വലിയ കിതാബ് ഓതി തന്ന ഉസ്താദുമാർ മരണപ്പെട്ടിട്ടുണ്ട്. നീ അവരുടെ ദറജ വർദ്ധിപ്പിക്കണം.